ഈ ആത്മവിശ്വാസത്തിന്റെ ഗോഗോവിളികൾക്ക് മെയ് മാസം 4-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമായിരിക്കും ആയുസ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ഇടതുപക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും തിളക്കമാർന്ന മഹാവിജയം LDF-ന് നേടിക്കൊടുക്കുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പെന്ന് 4-ാം തീയതി കേരളം തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏത് കാരണം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്യുക? എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യുക? ഇടതുപക്ഷം ഒന്ന് മാറണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ട. നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് 10 വർഷം തുടർച്ചയായി LDF ഭരിക്കുകയല്ലേ, അപ്പൊ ഇനിയൊരു മാറ്റം ഉണ്ടാവട്ടെ, ഇനി ഒരു 5 കൊല്ലം UDF ഭരിക്കട്ടെ എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. തുടർച്ചയായി 2 ടേം അധികാരത്തിലിരുന്ന LDF ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളുണ്ടോ? എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അതാരും ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഗൗരവമായി ആരെങ്കിലും ഉയർത്തിയതായി കാണുന്നുമില്ല. പെൻഷൻ മുടങ്ങിയില്ല, ശമ്പളം മുടങ്ങിയില്ല, ട്രഷറി പൂട്ടിയില്ല, സ്കൂളുകൾ അടച്ചു പൂട്ടിയില്ല, പാഠപുസ്തക വിതരണം മുടങ്ങിയില്ല, PSC നിയമന നിരോധനം ഉണ്ടായില്ല. 3 ലക്ഷം ചെറുപ്പക്കാർക്കാണ് നിയമനം കിട്ടിയത്. സ്കൂളുകൾ ഹൈടെക്കായി, ക്ലാസ് മുറികൾ സ്മാർട്ടായി, ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലെത്തി, റോഡുകളെല്ലാം ഏറ്റവും മനോഹരമായി നിലനിർത്താൻ സാധിച്ചു. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമായി. പിന്നെന്താണ് തകരാറ്? അപ്പൊ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാനില്ല. പിന്നെയോ 2 ടേമായി ഭരിക്കുകയാണ് എന്നേ പറയാനുള്ളൂ. 2 ടേം നല്ല ഭരണം നടന്നാൽ പിന്നെ 1 ടേം ഒരു ദുർഭരണം വേണം എന്നെവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നല്ല ഭരണം തുടരുകയല്ലേ വേണ്ടത്? മാറേണ്ടത് മോശം ഭരണമല്ലേ? ഭരണം നല്ലതാണെങ്കിൽ അത് തുടരുന്നതിൽ എന്താ തകരാറ്? ഒരു നല്ല ഭരണം, അത് കഴിഞ്ഞിട്ടൊരു മോശം ഭരണം, പിന്നെ വീണ്ടും നല്ല ഭരണം, പിന്നെ മോശം ഭരണം, അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ?